ആൾക്കാരെ കൊണ്ട് ഞാൻ തോറ്റൂട്ടോ. എന്താച്ചാലേ വീഡിയോ കണ്ടായിരുന്നു കേട്ടാ. അടുത്ത ചോദ്യം, കാശ് എത്ര കിട്ടിയെന്ന്. ആൾക്കാരുടെ വിചാരം ഓരോ വീഡിയോയ്ക്കും കൊട്ടക്കണക്കിന് പൈസ എന്റെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാന്നാ. പൈസ കൊണ്ട് ഞാൻ ഒരു ലംബോർഗിനിയും പിന്നെ സ്വിഫ്റ്റ് പോലെ ഇരിക്കണ ഒരു കാറുണ്ടല്ലോ, മിനി കൂപ്പർ, ഒരു മിനി കൂപ്പറും പിന്നെ 2500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും. അല്ല പിന്നെ യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ പൈസ കിട്ടണമെങ്കിലേ അതിൻ്റെതായ ക്രൈറ്റീരിയകളൊക്കെ പാലിക്കണം. യൂട്യൂബിൽ 120 സബ്സ്ക്രൈബറും ഫേസ്ബുക്കിൽ 169 ഫോളോവറും കൊണ്ട് ഓടിക്കണ ചാനലുകളാണ് എൻ്റെ. അതിൻ്റെ ഒന്ന് എന്ത് കാശ് കിട്ടാനാ? പൈസ കിട്ടില്ല എന്നല്ല കേട്ടോ, പൈസകൾ കിട്ടും കുറെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക്. ചിലപ്പോൾ 3 വർഷമോ 4 വർഷമോ 5 വർഷമോ കഴിഞ്ഞ് അതിൻ്റെതായ ക്രൈറ്റീരിയകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫണ്ടുകളൊക്കെ കിട്ടി തുടങ്ങുമായിരിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പൊളിച്ചതല്ല. അവർ വർഷങ്ങൾക്ക് മുന്നേ വീഡിയോകൾ ചെയ്ത് വന്നിട്ട് ഈ ക്രൈറ്റീരിയകളൊക്കെ പാലിച്ച് വന്നിട്ടാണ് ഇപ്പോൾ അവർക്ക് ഫണ്ടുകൾ കിട്ടി തുടങ്ങുന്നത്. യൂട്യൂബിൽ അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തെന്നാണെന്ന് പോലും എനിക്ക് യാതൊരു ധാരണയില്ല കേട്ടോ. ഞാനിപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കിയിട്ട് ഇപ്പം പറയാം. അതിൻ്റെ അകത്ത് ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറും ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്സ്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും കടന്നാണ് നമ്മൾ അവിടെ എത്തിച്ചിരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് എനിക്ക് യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ പൈസ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം.